So hello everyone, in this video we'll discuss about the various types of oscillators. Oscillators in the types main oscillator frequency range in the wide. For example, 1 Hz to several gigahertz range oscillators use range frequencies signals oscillator produce. അപ്പോൾ ഓസിലേറ്റേഴ്സിന് ഇപ്പോൾ പറഞ്ഞു ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എല്ലും സിയും ആണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓസിലേറ്റർ എൽ സി ഓസിലേറ്റർ തന്നെയാണ്. ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും യൂസ് ചെയ്തിട്ടുള്ള എൽ സി ഓസിലേറ്റേഴ്സ് തന്നെയാണ് ടാങ്ക് സർക്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോർ ജനറേറ്റിംഗ് ഹൈ ഫ്രീക്വൻസീസ്. എൽ സി ഓസിലേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനമായിട്ടും ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. ജിഗാഹേർട്സ് ഓപ്പറേഷൻ, മെഗാഹേർട്സ് തൊട്ട് ജിഗാഹേർട്സ് ഓപ്പറേഷൻസ് ഒക്കെയാണ് നമ്മൾ എൽ സി ഓസിലേറ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് എൽ സി ഒരുപാട് എൽ സി ഓസിലേറ്റേഴ്സ് ഉണ്ട്. പ്രധാനമായിട്ട് രണ്ട് എൽ സി ഓസിലേറ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ്സ് ഓസിലേറ്റർ. പിന്നെ സ്മോൾ ഫ്രീക്വൻസീസ് വരുന്ന സമയത്ത് നമ്മൾ എൽ സി ഓസിലേറ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നില്ല. ബിക്കോസ് ദ കമ്പണൻസ് എൽ ആൻഡ് സി വിൽ ബി bulky and costly. So we'll not go for LC oscillators. Instead we'll go for RC element. എല്ലിനും സിനും പകരമായിട്ട് നമ്മൾ ചെറിയ ഫ്രീക്വൻസീസ് വരുന്ന സമയത്ത് ആർ ആൻഡ് സി കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ നോൺ ആസ് ആർ സി ഓസിലേറ്റേഴ്സ്. മെയിൻലി യൂസ് ചെയ്യുന്ന ആർ സി ഓസിലേറ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രധാനമായിട്ട് രണ്ട് ടൈപ്പാണ്. ഒന്ന് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആൻഡ് അതർ വൺ ഇസ് ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. സോ ഇൻ ഡീറ്റെയിൽ വി കൻ ഡിസ്കസ് അബൌട്ട് LC oscillators. First one is Colpitts oscillator. LC oscillator ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഓസിലേറ്റർ. രണ്ട് ടൈപ്പ് ഞാൻ പറഞ്ഞു, Colpitts oscillator and Hartley oscillator. And first one is Colpitts oscillator. Here ഒരു നോർമൽ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ബയാസിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് VCC എന്ന് പറഞ്ഞ ബയാസിംഗ് വോൾട്ടേജ് ഉണ്ട്. R1 and R2 അത് ബയാസിംഗ് റെസിസ്റ്റേഴ്സ്, വോൾട്ടേജ് ഡിവൈഡിംഗ് റെസിസ്റ്റേഴ്സ് ആണ്. പിന്നെ ഇവിടെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സി, ലെറ്റ് മി റെപ്രസെന്റ് ഇറ്റ് ബൈ സി. ആൻഡ് ദിസ് ഇസ് യുവർ എമിറ്റർ സ്റ്റെബിലൈസിംഗ് റെസിസ്റ്റൻസ് RE ആൻഡ് യുവർ എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ CE. ഹൈ ഫ്രീക്വൻസിയിൽ എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ CE, എമിറ്ററിന്റെ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ടുള്ള റെസിസ്റ്റൻസ് RE. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്രോപ്പർ ആയിട്ട് ബേസ് എമിറ്റർ വോൾട്ടേജ് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്, എമിറ്റർ സ്റ്റെബിലൈസേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ദ വോൾട്ടേജ് VBE should always be what? VB should be positive with respect to VE. Okay, emitter should be positive with respect to base should be positive with respect to emitter. അപ്പോൾ ആ ജംഗ്ഷൻ എപ്പോഴും ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് അതിന്റെ സ്റ്റെബിലൈസേഷനാണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് REയും അതേപോലെ തന്നെ ബൈപാസ് കപ്പാസിറ്റർ CEയും യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് യുവർ ടാങ്ക് സർക്യൂട്ട്. ഈ ഓസിലേറ്ററിന്റെ ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത് സാധാരണ ഒരു LC അറേഞ്ച്മെന്റ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ രണ്ട് കപ്പാസിറ്റർ, സീരീസ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ടാപ്ഡ് കപ്പാസിറ്റർ C1 C2 ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സീരീസ് കപ്പാസിറ്റർ C1 and C2. This forms the voltage divider which produces the feedback voltage. Okay, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക്. See, C1 is connected between, this is your collector, this is your emitter and this is base. So here C1 is collected across your collector and ground and your emitter is grounded. അല്ലെ, REയും CEയും വഴി emitter ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഒരു എൻഡ് കളക്ടറിലേക്കും മറ്റേ എൻഡ് ഗ്രൗണ്ടിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഗ്രൗണ്ടിൽ ആരുണ്ട്? എമിറ്റർ ഉണ്ട്. So C1 is connected actually across your collector and emitter. Collector emitter എന്താണ്? ഔട്ട്പുട്ട് സൈഡ് ആണ്. Okay, so C1 is connected in output side and C2 is connected. C2ന്റെ ഒരു സൈഡ് ബേസിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ത്രൂ ദ കപ്ലിംഗ് കപ്പാസിറ്റർ. ഓക്കെ, C2ന്റെ ഈ സൈഡ്. C2ന്റെ മറ്റേ സൈഡോ കണക്ട് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ടിലേക്കാണ്. ഗ്രൗണ്ട് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? എമിറ്റർ ആണ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ യുവർ C2 is connected across base and emitter which is your input. Your C1 is your output. അതാണ് രണ്ട് കണ്ടീഷൻ. യുവർ ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് C1ന് അക്രോസ് ആയിട്ടും ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ആയിട്ട് പോകുന്നത് C2ന് അക്രോസ് ഉള്ള വോൾട്ടേജും ആണ്. ആൻഡ് C1, C2 and the inductor L produces what? Produces the oscillation. Okay.
Oscillator circuit uses a tapped capacitor and inductor as the tank circuit. Capacitor C1 and C2 and L forms the tank circuit. ഈ ടാങ്ക് സർക്യൂട്ട് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് C1ന്റെ when positive ECC is produced, അല്ലെ ഇത് എങ്ങനെ ചാർജ് ആവണു? പ്ലസ് മൈനസ് ആയിട്ട് ചാർജ് ആവണു. ഓക്കെ, C1ന്റെ നെഗറ്റീവ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഹിയർ ഇങ്ങനെ പ്ലസ് മൈനസ് ആയിട്ട് ചാർജ് ആവണം. ഓക്കെ, അതിന്റെ ഫിഗർ ആണ്, സർക്യൂട്ട് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. C1 ആൻഡ് C2. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ L. പ്ലസ് മൈനസ്, ഹിയർ ഇറ്റ് ഇസ് മൈനസ് പ്ലസ്. സോ ദ വോൾട്ടേജസ് അക്രോസ് C1 ആൻഡ് C2 എന്തുണ്ട്? C2ന്റെ വോൾട്ടേജ് എന്താണ്? ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട് C2ന്റെ വോൾട്ടേജ്. ആൻഡ് ദിസ് വോൾട്ടേജ് അക്രോസ് C2 ഇസ് ദ ഫീഡ്ബാക്ക് വോൾട്ടേജ്. ആൻഡ് ദിസ് ഫീഡ്ബാക്ക് വോൾട്ടേജ് ഇസ് ഹാവിംഗ് എ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അഗെയിൻ ദ കോമൺ എമിറ്റർ അറേഞ്ച്മെന്റ് ഒരു ട്രാൻസിസ്റ്ററിന് നാച്ചുറലി ഉള്ളതാണ് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അപ്പൊ രണ്ട് 180 ഫേസ് ഷിഫ്റ്റും കൂടെ എന്ത് ചെയ്യുന്നു? യുവർ ടോട്ടൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്ന പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെ കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നു. 360 ഡിഗ്രി ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇറ്റ് ഇസ് 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. Okay, and the frequency of oscillation is given by 1/2 pi in the root of LC alla. Here it is C total, where the C total series capacitors in the total are given by C1 C2 divided by C1 plus C2. Okay, and you have a radio frequency choke. Collector side ഒരു radio frequency choke provide ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, കളക്ടറിലുള്ള ലോഡാണ്, വേറെ ഒന്നുമല്ല. Okay, radio frequency choke produces necessary load resistance in the collector side. Okay, അപ്പോൾ ഇത്രയാണ് സർക്യൂട്ട് ഡിസ്ക്രിപ്ഷൻ. So what is happening when you are supplying a voltage VCC, the capacitor C1 C2 charges and discharge happens through what? Discharge happens through the inductor L. അപ്പോൾ ഇവിടെ oscillations ഉണ്ടാവുന്നു. Oscillations in a one part VF എന്ന് പറയുന്ന portion is fed back to input side of the amplifier. Positive feedback ആയിട്ട് C1 നെക്രോസ് നമുക്ക് ഔട്ട്പുട്ടും എടുക്കാൻ വേണ്ടി പറ്റും. And the minimum value of amplified gain for maintaining the oscillation depends on the feedback fraction. Feedback fraction is what? VF divided by V out. VF എന്ന് പറഞ്ഞാൽ capacitor C2 നെ across ആണ് നമ്മൾ എടുക്കുന്നത്. So it depends on what? Impedance of C2, XC2. V out is taken across C1, so impedance XC1. അല്ലേ? Voltage depends upon what? Current into X, I into X, IXC2, IXC1. I cancel ചെയ്ത് പോകും. സീരീസ് സർക്യൂട്ട് ആണ്, രണ്ട് കറണ്ടും സെയിം ആണ്. XC2 by XC1. പക്ഷേ XC is proportional to 1 by capacitance അല്ലേ? So XC2 എവിടെ വരും? ഡിനോമിനേറ്ററിൽ വരും. C1 എവിടെ വരും? ന്യൂമറേറ്ററിൽ വരും. So C1 by C2 is the feedback fraction and minimum gain is given by AV is equal to 1 by MV, where MV is the feedback fraction. So this is about Colpitts oscillator. Okay, so this is a circuit. ഒരു assignment ആണ്. Determine the operating frequency and the feedback fraction for the Colpitts oscillator. F ന്റെ value എന്താണ്? F is equal to 1 by 2 pi into root L C total. C total is C1 ന്റെ വാല്യൂ, C2 ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. You can find out the value of C total. L ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. You can find out what? You can find out frequency of oscillation. F is equal to 1 by 2 pi root LC കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ feedback fraction. Feedback fraction equation ആണ് what? C1 by C2. ആ രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കുക. This is an assignment. Again, one more question. Inductance ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. L is equal to 1 millihenry. Choose a capacitor value in Colpitts oscillation so that F is equal to 1 megahertz. Frequency തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്. You are asked to find out the value of capacitor. C1, C2 കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഫ്രീക്വൻസിന്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കാം? C total കണ്ടുപിടിക്കാം. F അറിയാം, L അറിയാം, C total കണ്ടുപിടിക്കാം. C totalന്റെ എക്സ്പ്രഷനിൽ C1 ഉണ്ട്, C2 ഉണ്ട്. അതിനെ രണ്ടിന്റെയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ MV എന്ന് കിട്ടും. ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ C1 and C2 വാല്യൂസ് നിങ്ങൾ കണ്ടുപിടിക്കാം. So that's about Colpitts oscillator. Again, you have another type of oscillator, that is Hartley oscillator. Only difference from Colpitts oscillator is അവിടെ എന്തായിരുന്നു? ടാപ്ഡ് LC അറേഞ്ച്മെന്റ് ആയിരുന്നു. ടാപ്ഡ് കപ്പാസിറ്റേഴ്സ് ആയിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടാപ്ഡ് ഇൻഡക്ടർ ആണ്. L1, L2 ആൻഡ് കപ്പാസിറ്റർ C. ഓക്കെ, ബാക്കി എല്ലാ അറേഞ്ച്മെന്റും കോൾപിറ്റ്സ് ഓസിലേറ്ററിന്റെ സെയിം ആണ്. ഓൺലി ഡിഫറൻസസ് ഇൻഡക്ടർ ആണ് നമ്മളിവിടെ ടാപ്പ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഒരു ഇൻഡക്ടർ L1, L2 ടാപ്പ് ചെയ്ത് L1, L2 and C. This forms the tank circuit. Okay.
only difference from Colpitts oscillator. Colpitts രണ്ട് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നു, പകരം ഹാർട്ട്ലി ഓസിലേറ്ററിലാണെങ്കിൽ നമ്മൾ രണ്ട് ഇൻഡക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് L1 കണക്ട് ചെയ്തിരിക്കുന്നത് കലക്ടറിനും ഗ്രൗണ്ടിന് അക്രോസ് ആണ്. അപ്പൊ ഗ്രൗണ്ട് എന്ന് പറയുന്ന എമിറ്റർ ആണ്. സോ യുവർ L1ലാണ് നമ്മൾ എന്തെടുക്കുന്നത്, വി ഔട്ട് എടുക്കുന്നത്. L2 കണക്ട് ചെയ്തിരിക്കുന്നത് ബേസിലേക്കാണ് കപ്ലിംഗ് കപ്പാസിറ്റർ വഴി. സോ ഇവിടെ ബേസ് ആണ്, ഇവിടെ എമിറ്റർ ആണ്. സോ ഇതാണ് എന്ത്, നമ്മുടെ ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്ക് വോൾട്ടേജ്. അപ്പൊ നേരത്തെ സെയിം അറേഞ്ച്മെന്റ് തന്നെയാണ്. ചാർജിങ് L1 L2ന്റെ ചാർജിങ് നോക്കിക്കഴിഞ്ഞാൽ N1ന്റെ ചാർജിങ് പ്ലസ് മൈനസ് ഇങ്ങനെയാണെങ്കിൽ L2ന്റെ ചാർജിങ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ഇറ്റ് പ്രൊഡ്യൂസസ് എ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. കാരണം നമ്മൾ എടുക്കുന്നതൊക്കെ മനസ്സിലാവും. ഹിയർ ഇറ്റ് ഈസ് L1ന്റെ പ്ലസ് മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് മൈനസ് ഇങ്ങനെയാണ് പോകുന്നത്. സോ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ യുവർ ഔട്ട്പുട്ട് വിൽ ബി ടേക്കൺ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോ ഒരു 180 ഫീഡ്ബാക്ക് വോൾട്ടേജിന് L1 അക്രോസ് ഉള്ള വോൾട്ടേജിന് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് വോൾട്ടേജ് ഒരു ഫേസ് റിവേഴ്സൽ ഉണ്ട്, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കുമ്പോൾ ട്രാൻസിസ്റ്ററിന് നോർമലി ഉള്ള ഒരു 180 ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. അത് രണ്ടും കൂടെ നമുക്ക് ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഓഫ് 360 ഡിഗ്രി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് എന്ത് ടോട്ടൽ 360 ഡിഗ്രി അല്ലെങ്കിൽ 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമ്മൾ ഓസിലേറ്ററിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫീഡ്ബാക്ക് പാത്ത് ഇസ് പ്രൊവൈഡഡ് ബൈ L1, L2 ആൻഡ് C. ഓക്കെ, ദ കപ്പാസിറ്റർ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ കപ്പാസിറ്റർ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ആൻഡ് ദിസ് ചാർജ്ഡ് കപ്പാസിറ്റർ വിൽ ബി ഡിസ്ചാർജ്ഡ് അക്രോസ് L1 ആൻഡ് L2. Oscillations will be produced and a part of voltage VF which is produced in L2 will be fed back to the transistor and L1 ഉള്ള voltage is taken as output. Okay, and this RF choke നേരത്തെ പോലെ തന്നെ കലക്ടറിലുള്ള ലോഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. R1 R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബയാസിക് റെസിസ്റ്റേഴ്സ് ആണ്. പിന്നെ RE and CE എമിറ്റർ സ്റ്റെബിലൈസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അറേഞ്ച്മെന്റ്സ് ആണ്. ഓക്കെ, ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇസ് ഗിവൻ ബൈ 1/2 pi LT into C, where LT is the L total, L1 plus L2 plus 2M. 2M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഇൻഡക്ടറും ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. രണ്ട് ടാപ്പിംഗ് എടുത്തിട്ട് ഒരു സിംഗിൾ വൈൻഡിങ്ങിന്റെ ടാപ്പിംഗ് ആണ്. അപ്പം L1ന്റെയും L2ന്റെയും മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ് M എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ഹാർട്ട്ലി ഓസിലേറ്റർ. ആൻഡ് ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഇസ് ഗിവൻ ബൈ നേരത്തെ പോലെ തന്നെ VF by V out ആണ്. VF എന്ന് പറയുമ്പോൾ L2ന് അക്രോസ് ആണ് VF, L1ന് അക്രോസ് ആണ് V ഔട്ട്പുട്ട്. L2 എന്ന് പറയുമ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, X is directly proportional to L, അതുകൊണ്ട് തന്നെ L2 by L1. Okay, this is Hartley oscillator, Colpitts oscillator. And one more assignment question from Hartley oscillator. Capacitorന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1 picofarad ആണെന്ന്. So you can find out the value of F 1/2 pi into root of C into L total. So C തന്നിട്ടുണ്ട്, F തന്നിട്ടുണ്ട് 1 megahertz. You can find out the value of L total. ഇനി ഫീഡ്ബാക്ക് ഫ്രാക്ഷനും തന്നിട്ടുണ്ട്. You can find out both. You can find out the value of L1 and L2. അല്ലേ? Okay. So this is all about Hartley and Colpitts oscillator. So you have RC oscillators remaining. We'll discuss in another video. Thank you.